ഹേ ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ ഉണ്ടോ ഗായ്സ്? നമ്മുടെ കിച്ചു രേണുവിനെ കാണാൻ പോയി വന്നതിന് ശേഷം ഇട്ടൊരു വീഡിയോ ആണ്. പക്ഷെ അതിലെന്തൊക്കെയോ കാര്യങ്ങൾ കിച്ചു പറയുന്നുണ്ട്. അവൻ്റെ വേദനകളായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ കിച്ചുവിന് പറയാനുള്ളതെന്ന് വെച്ചാൽ, അമ്മ വീഡിയോ ചെയ്യുന്നത് എനിക്കിഷ്ടമായിരുന്നു, പക്ഷേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിന് ശേഷം മോശമായ രീതിയിൽ വീഡിയോസ് ഇടാൻ തുടങ്ങി. അതെനിക്കിഷ്ടമായില്ല. അത് ഞാൻ മെസ്സേജ് അയച്ചു. ഋതപ്പനത് ബുദ്ധിമുട്ടാവില്ലെന്ന് മെസ്സേജ് അയച്ചു എന്നൊക്കെയാണ് അവൻ പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. അത് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്ന അമ്മയുടെ വില. പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പനെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. ഞാൻ കോട്ടയത്ത് ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പന്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പന്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നില്ല. എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. അപ്പോൾ കിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അവൻ സംസാരിച്ചു രേണുവിനോട്. ഋതപ്പനെ പോലുള്ള ചെറിയ കൊച്ചു കുട്ടികൾ കാണുന്നതല്ലേ എന്നൊക്കെയാണ് അവൻ പറയുന്നുള്ളത്. അപ്പോൾ അവൻ അത് രേണു സമ്മതിച്ചില്ല എന്നാണ് പറയുന്നുള്ളത്. 2 ലക്ഷം 3 ലക്ഷം രൂപ കിട്ടും രേണു ശ്രുതിക്ക്. അപ്പം അതൊരു വരുമാനമായി കണക്കാക്കിയിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടാവണം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. എന്തായാലും രേണുവിന് പറയാനുള്ള നമുക്ക് നോക്കി നോക്കാം. നിങ്ങൾ ചാറ്റ് കാണും. കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എൻ്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമാണ്. അപ്പം എൻ്റെ കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എൻ്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞോട്ടെ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി? നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ല. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ? ഗുഡ് എന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 150 രൂപയാണ്. അപ്പൊ കിച്ചു പറയാത്താ 150. നിങ്ങൾ കണ്ടോ? എന്നെ വെറുതെ വിട് കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് 2 പേർ പറയുന്ന പല കാര്യവും അല്ലെങ്കിൽ ഫ്യൂച്ചർ വരെ ബാക്കി കാര്യവും. സോ അതിനെ കൊണ്ട് പഠിപ്പിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ട് പഠിപ്പിച്ചു. ഞാൻ ക്യാൻസർ വന്ന് മരിച്ചാൽ പോയി. എനിക്ക് നീ ഒന്നും ചെയ്യേണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച ഒരു കുഞ്ഞ്. നിന്നെ ഞാൻ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ കൂടുതൽ ഞാൻ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ ഒരുപാട് പൈസ ഞാൻ ഉറക്കൊളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കൊളിച്ച് ഗൾഫിൽ പോയി പ്രൊമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ ഉണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെട്ടെന്ന് ഇട്ട് പോയതൊട്ട് 1.5 വയസ്സുള്ള കട എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറ്റി പറയുന്നല്ലോ സബ്സ്ക്രിപ്ഷൻ. ഞാൻ സബ്സ്ക്രിപ്ഷൻ അല്ലേ തുടങ്ങുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു നീ ഇപ്പോഴും ഒരു വർഷമായിട്ട് നീ ഇപ്പൊ സ്വന്തം കളിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ തൃക്കൊടുത്താനും പോലീസ് സ്റ്റേഷൻ, വാഗത്താനും പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്കി രാഹുൽദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനകത്ത് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഋതപ്പിന് വേണ്ടിയിട്ട്. നീ ഇത്രയും വരുമാനം നീ 1 രൂപ ഒരു മുട്ടായി അറിയിച്ചു. നിന്റെ അറിയാതെ എനിക്കൊന്നും വേണ്ട കിച്ചു. നിന്റെ ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളൂ പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല. അപ്പത്തെ ഘട്ടം അതുപോലെ ഞാനുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ പറ്റിയ ഞാൻ ഒരു സേവ വേണ്ട. എന്നെ അത് കാണണ്ട. ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചു മിണ്ടിയില്ല. വേണ്ട, ഈ വേണ്ട. എന്നെ വെറുതെ ഈ വെറുതെ ഞാൻ ചത്താലും എന്റെ ശവം പോലും ആരും കണ്ടെന്നെ കൊച്ചു വേണ്ട. അപ്പോൾ രേണു സുധി പറയുന്നത് കേട്ടല്ലോ. കിച്ചു എന്ത് സബ്സ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, മറ്റ് ഉദ്ഘാടനങ്ങളായിക്കോട്ടെ, അങ്ങനെ പല രീതിയിലുള്ള ഞാൻ അധ്വാനിച്ച കാശ് കിച്ചുവിനൊരു വിഹിതം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ വാങ്ങിച്ചിട്ടാണോ കിച്ചു ഇമാതിരി വാക്കുകളൊക്കെ പറയേണ്ടത്? ഒന്നിരുന്നാലും മാനുഷിക പരിഗണന എന്നൊരു ഇതിൽ കേരളത്തിൽ അത് കാണിച്ചൂടെ?
അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് ക്യാൻസർ വന്ന മഹാമാരി വന്ന ആ സ്ത്രീ വെറുതെ വിടുക. അപ്പോൾ ഈ രോഗം വന്നാൽ അല്ലെങ്കിൽ എവിടെ സ്ത്രീ കിടന്നോട്ടെ, മനസ്സമാധാനത്തോടെ മരിച്ചോട്ടെ. രേണു എന്ന് പറയുന്ന വ്യക്തി റിയാക്ട് ചെയ്തത് എന്ന് വെച്ചാൽ 11 വയസ്സുമ്പോൾ നീ രേണുവിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു പരിഗണന കൊടുക്കുന്നില്ല, നീ കൊടുത്തിട്ടില്ല, വിളിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുക. ഈ രോഗം വന്നിട്ടൊന്ന് കോൾ ചെയ്തിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഭയങ്കരമായൊരു എന്താ പറയുക, രേണുവിന് എനിക്ക് വെറുപ്പാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വെറുതെ വിടാം, സ്ത്രീ വെറുതെ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, രണ്ടാളും ഒന്നാവുക. ഇനിയും കിച്ചു കണ്ടിട്ടില്ല എന്നാ പറയുന്നത്, പോയി കാണാം. മരിച്ചാൽ പോലും എന്നെ ആരും നോക്കരുത്, നോക്കാൻ വരരുത് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എങ്ങനെ പറയാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഇമാതിരിയൊക്കെ ടോർച്ചർ ചെയ്യുമ്പോൾ ആര് പറഞ്ഞു പോകും. അപ്പോൾ എല്ലാം ശരിയാവട്ടെ അല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.